ഒരു വൃത്തികെട്ട കാര്യം കമ്പനിക്ക് നിന്നോട് പറയാനുണ്ട്. അത് പഞ്ചസാര പായസം പോലെയാക്കി നിന്നോട് പറയാനാണ് എന്നെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. പക്ഷെ എനിക്കൊരുമാതിരി MBA-ക്കാരെ പോലെ ചളവളാന്ന് വർത്താനം പറയാൻ അറിയില്ല. എന്ത് കേട്ടാലും കേട്ടില്ല എന്നുള്ള മട്ടിൽ ചിരിച്ചുകൊണ്ടിരിക്കാൻ നിനക്കും അറിയില്ല. കാരണം അടിസ്ഥാനപരമായി ഞാനും നീയും പത്രപ്രവർത്തകരാണ്. നേരെ ചൊവ്വേ കാര്യങ്ങൾ പറയുന്നതാണ് നമ്മുടെ ഒരു രീതി. ഇപ്പൊ എഡിറ്റ് ചെയ്യുന്ന പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യില്ല. വാങ്ങിക്കേണ്ടവരുടെ അനുവാദം വാങ്ങിച്ചിട്ടല്ലേ ഞാൻ ആ ഇന്റർവ്യൂ എടുത്തത്. പിന്നെന്താ ഇപ്പൊ ഇങ്ങനെ ഒരു മനംമാറ്റം? എന്നെ MD വിളിച്ചു പറഞ്ഞു, അങ്ങേരെ മുതലാളി വിളിച്ചു പറഞ്ഞാണ്. മുതലാളിമാര് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഈ കാലത്ത് സ്വതന്ത്ര പത്രപ്രവർത്തനം, മാധ്യമധർമ്മം എന്നൊക്കെ ജനങ്ങളെ വെട്ടികളാക്കാൻ വേണ്ടി നമ്മളൊക്കെ അടിച്ചുവിടുന്ന വെറും ഡയലോഗാണെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അതുകൊണ്ട് അതൊന്നും ഞാനിപ്പോ ഇവിടെ പറയണില്ലേ. അതെ, ഈ രാഷ്ട്രീയ നേതാവിന്റെ ബിനാമികൾക്ക് സ്വർണ്ണക്കടയില്ല, സാരിക്കച്ചവടമില്ല, റിയൽ എസ്റ്റേറ്റ് കളികളില്ല. അതുകൊണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന പരസ്യം പോകുമെന്ന് കമ്പനി പേടിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം കേരളത്തിലെയോ കേന്ദ്രത്തിലെയോ ഭരണകക്ഷിയിലെ അംഗമല്ല. അതുകൊണ്ട് സർക്കാർ നമ്മുടെ മുതലാളിയുടെ ബിസിനസ് താല്പര്യങ്ങളെ എതിർക്കൊന്ന് പേടിക്കാൻ വേണ്ട. പിന്നെന്താണ് പ്രശ്നം? നമ്മുടെ മുതലാളി അടുത്ത തെരഞ്ഞെടുപ്പില് ഒരു MLA സ്ഥാനവും തുടർന്നൊരു മന്ത്രിസ്ഥാനവും ആഗ്രഹിക്കുന്നുണ്ട്. പേയ്മെന്റ് സീറ്റാണ് ഉദ്ദേശിച്ചിരുന്നത്. നീ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോറി കൈ കിട്ടിയാൽ പേയ്മെന്റ് വേണ്ടി വരില്ല. ബ്ലാക്ക് മെയിലിംഗ് മതിയാവും. കോടികൾ എത്രയോ ലാഭം. ഇതെന്റെ ഊഹമാണ്, തെറ്റാൻ വഴിയില്ല. ഇന്ന് രാത്രി ഇത് ഏറിപ്പോയില്ലെങ്കിൽ ആ സജുമാനോട് അമ്മയോട് ഞാൻ എന്താ പറയേണ്ടത്? നിങ്ങളെ വെച്ച് ഞങ്ങളുടെ ചാനൽ ഒരു കളി കളിക്കാൻ പോവാണ്. ഞാൻ റിസൈൻ ചെയ്യാൻ പോവാണ്. ഹിസ്റ്ററി റിപ്പീറ്റ്സ്. നിന്റെ പ്രായത്തിൽ ഞാൻ എന്റെ ചീഫിനോട് പറഞ്ഞ അതേ ഡയലോഗ് ഞാനന്ന് രാജിവെച്ചു. പത്രലോകം ഞെട്ടുമെന്ന് ഞാൻ കരുതി. പക്ഷെ പത്രത്തിനും ലോകത്തിനും ഒന്നും സംഭവിച്ചില്ല. പിന്നീട് വേറൊരു പത്രത്തിൽ ചേർന്നപ്പോ എനിക്ക് കിട്ടിയത് മറ്റേ പത്രത്തിൽ നിന്ന് കിട്ടിയ ശമ്പളത്തിന്റെ പാതി. ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിലെ നാളെ ജോലിക്ക് വരണം. ഇന്ന് കഴിഞ്ഞിട്ടല്ലേ നാളെ? നിനക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ജനം ആ പ്രോഗ്രാം കണ്ടിരിക്കും. കാണട്ടെ നിന്റെ മിടുക്ക്. ചേട്ടാ, MD പേരെന്താ? കബനി. ഒരു മിനിറ്റ് സർ. ആ ഫോൺ എടുത്ത് സ്പീക്കറിലിട്. വിഷൻ ചാനലിലെ റെസിഡന്റ് എഡിറ്ററാ. ഓ, സ്പീക്കറിലിട്. ഹലോ മോനെ രൂപേഷ്, ഇന്നത്തെ തീയതി? ഏപ്രിൽ 1. ഉച്ചക്ക് ഈ എന്നെ വിളിച്ചപ്പോ ഞാൻ കരുതി ഫൂളാക്കാനാണ്. കഴിഞ്ഞ ആഴ്ച പ്രസ് ക്ലബിൽ കണ്ടപ്പോ ഊർജ്ജം വലിച്ചു കിടക്കുന്ന ചാനലിനെ നീ ഒന്ന് രക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചത് ഈ ഇവിടെ ന്യൂസ് എഡിറ്ററായിട്ട് ജോയിൻ ചെയ്യണമെന്നാണ്. പക്ഷെ ഇത് ഞാൻ പ്രതീക്ഷയിലും വലിയ ഉപകാരമായി പോയി. ഈ ഉപകാരം ഞാനുള്ളിടത്തോളം ഈ ചാനലും മറക്കൂല. ഇത് ഉപകാരമല്ല, എന്റെ ഒരു പ്രതികാരമാണ്. ആരോട് എപ്പോ എന്തിനെ എവിടെ വെച്ചെന്നൊന്നും ചോദിച്ചേക്കരുത്, ഞാൻ പറയില്ല. മാത്രല്ല, ഈ ഉപകാരം ഓർത്ത് വെക്കരുത്, പറഞ്ഞു നടക്കരുത്. ഇപ്പൊ തന്നെ മറന്നു കളഞ്ഞേക്കണം. ആയിക്കോട്ടെ. ഓക്കെ?